അക്ഷരങ്ങളെക്കുറിച്ചും എഴുത്തുകളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ പണ്ട് കാലത്തെ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ കത്തുകൾ ഇപ്പൊ നമുക്ക് കത്തുകളൊന്നും കിട്ടാനില്ല. എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ ബില്ലുകൾ. എനിക്ക് ഒട്ടും സന്തോഷമില്ലാത്ത കത്തുകളാണ് എനിക്ക് കിട്ടാറുള്ളത്. പക്ഷെ ബില്ലുകളും ഒരു കാര്യമുണ്ട്, എല്ലാം പ്രിന്റഡ് ആണ്, എഴുതി അയക്കുന്നില്ല. എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഓഫീസുകളിലെ ഇൻലൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അന്യം നിന്ന് പോയിക്കൊണ്ടേ ഇരിക്കാതോ. ആരെങ്കിലും അത് വാങ്ങുന്നുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് മാഗിയുടെ മാഗിയുടെ ഹാർട്ട് ഇങ്ങനെ വെട്ടി നമ്മൾ അവർക്ക് ഒരു 5 മാഗി അയച്ചു കൊടുത്താൽ അവർ നമുക്കൊരു പെൻ ഫ്രണ്ടിനെ തരും. അപ്പോൾ എനിക്ക് ശരിക്കും ആൻ എന്ന് പറഞ്ഞ ഒരു ഗോവാക്കാരി പെൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർക്ക് പരസ്പരം ശരിക്കും നമ്മുടെയൊക്കെ ഭാഷ ഡെവലപ്പ് ചെയ്തതൊക്കെ അങ്ങനെ കുറെ കത്തുകൾ എഴുതിയിട്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്തോ ആ ആൻ. എങ്കിലും അതൊരു നല്ലൊരു ഓർമ്മയായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ വളരെ അപൂർവമായിട്ട് ഒരു അകലെയുള്ള ഒരിക്കലും കാണാത്ത ഒരു പെൻ ഫ്രണ്ട്. അതെ 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 ശരിക്കും അക്ഷരങ്ങളെ കുറിച്ചും ഇത്തരം കാര്യങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു സെഗ്മെന്റോടെ കണ്ടിട്ട് തിരിച്ചു വരാം. പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മളിന്ന് വാസ്തുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ വാസ്തുവിൽ പ്രത്യേകിച്ച് എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ കന്നിമൂല എന്നുള്ളത്. എന്താണ് ഈ കന്നിമൂല? അപ്പോൾ അവിടെ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് കന്നിമൂലയിൽ ടോയ്ലറ്റ് ഒന്നും ഒരിക്കലും വരാൻ പാടില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീടിന് ഭയങ്കരമായ നാശങ്ങളുണ്ടാവും, വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെ. അപ്പോൾ എന്താണ് ഈ കന്നിമൂല, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇത്തരം കാര്യങ്ങളൊന്ന് പറയാമോ സാർ? ഈ കന്നിമൂല എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാവുന്നൊരു കാര്യമാണ്. കാരണം വാസ്തുവിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും എല്ലാവരും കന്നിമൂല എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കന്നിമൂല അല്ലെങ്കിൽ കന്നി രാശി എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ രാശി ചക്രത്തിൽ 12 കളങ്ങളാണുള്ളത്, മേടം മുതൽ മീനം വരെ. അപ്പോൾ അങ്ങനെ ഈ രാശി ചക്രത്തിലേക്ക് പോകുമ്പോൾ മേടൻ രാശി, ഇടവൻ രാശി, മിഥുനൻ രാശി, കർക്കിടകൻ രാശി, ചിങ്ങൻ രാശി, കന്നിരാശി. അപ്പോൾ ഈ കന്നിരാശി ഇതാണ് കന്നിമൂല. കന്നിമൂല എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് മൂല. അപ്പോൾ നമ്മൾ ഏതൊരു പ്ലോട്ടായാലും അല്ലെങ്കിൽ ഭവനമായാലും ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഇരിക്കുന്ന ഇതാണ് ഈ ഭാഗം. കന്നിരാശി എന്ന് പറയുന്നത് തന്നെയാണ് ശരിക്കും കന്നിമൂല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കന്നിമൂലയുടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കന്നിമൂലയ്ക്ക് ഒരു പ്രാധാന്യമില്ല. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കുക. അതായത് 4 കോൺ രാശികൾക്കും ഒരേ പ്രാധാന്യമുണ്ട്. 1 തെക്ക് കിഴക്ക് അഗ്നിമൂല, 2 തെക്ക് പടിഞ്ഞാറ് കന്നിമൂല, 3 വടക്ക് പടിഞ്ഞാറ് വായുകോൺ, 4 വടക്ക് കിഴക്ക് ഈശാനകോൺ. അപ്പോൾ ഈ 4 കോണിനും 4 മൂലകൾക്കും ഒരേ പ്രാധാന്യം തന്നെയുള്ളത്. പിന്നെ എല്ലാവരും കന്നിമൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഭയം. അപ്പോൾ കന്നിമൂലയുടെ ഒരു പ്രാധാന്യം, ഒരു വീട് പണിയുമ്പോൾ ആദ്യമായിട്ട് വീടിന് കുറ്റി വയ്ക്കുന്നത് കന്നിമൂലയിലാണ് കൂടുതൽ വയ്ക്കുക. അല്ലെങ്കിൽ 2ാം സ്ഥാനം ഈശാനകോണം വടക്കിഴക്ക്. അപ്പോൾ കൂടുതൽ 90% കന്നിമൂലയിലേ വയ്ക്കുകയുള്ളൂ. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കന്നിമൂല എന്ന് പറയുന്നത് സർപ്പം കൂടിയിരിക്കുന്ന കോണാണ്. അപ്പോൾ ഈ കന്നിമൂലയിൽ അതായത് സർപ്പകോണിൽ നമ്മൾ കുറ്റി വെച്ച് കഴിഞ്ഞാൽ ആ കുറ്റിക്ക് ദൃഢത കൂടുതലായിരിക്കും. അതാണ് ഇതിൻ്റെ കാരണം. അതായത് സർപ്പം ചുറ്റി പിടിച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കും. നമ്മളുടെ കാര്യം, നമ്മുടെ ഭവന നിർമ്മാണത്തിലേക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് എത്താൻ സാധിക്കും. അതും നമ്മുടെ നിധി ഇരിക്കുന്ന ദിക്കാണ്. അതായത് വീട് പണിയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ നമുക്കുള്ള നിധി കൂടിയിരിക്കുക. നമുക്കിപ്പോൾ ധനധാന്യങ്ങൾ സമൃദ്ധിയൊക്കെ വരുമ്പോൾ അവിടെ സ്റ്റോക്ക് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കന്നിമൂല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കന്നിമൂലയ്ക്ക് ഇത്ര കണ്ട് പ്രാധാന്യം പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പറയുന്നത് 4 മൂലകളും ശുദ്ധിയായിരിക്കണം. അല്ലാതെ കന്നിമൂലയിൽ ടോയ്ലറ്റ് വരരുന്നല്ല, ഈ പറയുന്ന അഗ്നിമൂലയിലും ടോയ്ലറ്റ് വരാൻ പാടില്ല. അഗ്നിമൂല എന്ന് പറയുന്നത് ജഡരാഗ്നി എന്ന് പറയുന്ന ഒരു ദൈവിക അഗ്നി അവിടെ ഏത് സമയം എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അഗ്നിമൂല. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കണം, അഗ്നിമൂല എന്ന് പറയുന്നത് ജഡരാഗ്നി എന്ന് പറയുന്ന അഗ്നിയാണ് അവിടെ എരിയുന്നത്. അവിടെ അശുദ്ധി വരാൻ പാടില്ല. അപ്പോൾ പല ആചാര്യന്മാർ തെറ്റിച്ച് അഗ്നിമൂലയിൽ ടോയ്ലറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ടോയ്ലറ്റ് എന്നല്ല, അവിടെ അശുദ്ധി വരരുത്. ഈ 4 മൂലകളിൽ 4 കോണുകളിലും ശുദ്ധി ആയിരിക്കണം. അവിടെ ഇരിക്കുന്നത് ജഡരാഗ്നി എന്ന് പറയുന്ന ഒരു അഗ്നി സദാസമയം എരിയുന്നുണ്ട്, അവിടെ അശുദ്ധി വരാൻ പാടില്ല. പിന്നെ അഗ്നിമൂലയുടെ ദേവൻ ശുക്രനാണ്. ഈ ശുക്രന് ഒരു കാരണവശാലും അശുദ്ധി വരാൻ പാടില്ല. അതേപോലെ കന്നിമൂല എന്ന് പറയുന്നത് സർപ്പമാണ്, അവിടെ നിധി ഇരിക്കേണ്ട ദിക്കാണ്, അവിടെ അശുദ്ധി വരാൻ പാടില്ല. പിന്നെ വായുകോൺ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് മൂലയാണ്. വായുകോണിൽ ചന്ദ്രൻ്റെ ദിക്കാണ്, അവിടെ അശുദ്ധി വരാൻ പാടില്ല. പിന്നെ ഈശാനകോൺ എന്ന് പറയുന്നത് അവിടെ വ്യാഴമാണ് അധിപതി, അവിടെയും അശുദ്ധി വരാൻ പാടില്ല. അപ്പോൾ ഈ വായുകോണിൽ ഈ ടോയ്ലറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കണക്കുണ്ട്. അതേപോലെ വായുകോണിൽ ഈ പറഞ്ഞ ടോയ്ലറ്റ് അശുദ്ധിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഏത് സമയവും
അസുഖങ്ങളായിരിക്കും, കടമായിരിക്കും, കലഹമായിരിക്കും. അപ്പം 4 മൂലകളിലും അശുദ്ധി ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ഒരു വാസ്തുവിലേക്ക് വരുമ്പോൾ ഇതെല്ലാം പൂർണ്ണതയിൽ അറിഞ്ഞിട്ട് മാത്രമേ നമ്മളൊരു എഞ്ചിനീയറുടെ അടുത്തോ അല്ലെങ്കിൽ വാസ്തു ആചാര്യൻ്റെ അടുത്തൊക്കെ പ്ലാൻ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ കുറ്റി വയ്ക്കുമ്പോഴോ വീട് പണിയാൻ ഇറങ്ങുമ്പോഴൊക്കെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അല്ലാതെ കണ്ടിട്ട് ആചാര്യം വലിയ പേരുള്ള ആളാണ്, പക്ഷേ തെക്കിഴക്ക് മൂലയിലൊന്നും കുഴപ്പമില്ല, അത് ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ ആചാര്യം കൂടെ ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഒരു വാസ്തു സംബന്ധമായൊരു ഏർപ്പാടിലേക്ക് വരുമ്പോൾ വാസ്തുവിൻ്റെ പൂർണ്ണതയിൽ, അല്ലെങ്കിൽ അവർക്കറിയില്ലെങ്കിൽ നമ്മൾ സംശയം കൊണ്ട് ചോദിക്കണം. ഈ പറഞ്ഞ രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് ആചാര്യൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ആചാര്യൻ പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആചാര്യനെ ഒഴിവാക്കുക. അല്ലാതെ വീട് പണിതാൽ നിങ്ങളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ഭവന നിർമ്മാണം കഴിഞ്ഞാൽ 12 വർഷം വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 12 വർഷം എന്നാൽ ഒരു വ്യാഴവട്ട കാലമാണ്. ഒരു വ്യാഴവട്ടം എന്നാൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷമാണ് നിൽക്കുന്നത്. അങ്ങനെ 12 രാശിയും കടന്നു വരുന്ന വ്യാഴം 12 വർഷം കടന്നു വരുന്നതിനാണ് വ്യാഴവട്ടം എന്ന് പറയുന്നത്. അപ്പോൾ 12 വർഷത്തിൻ്റെ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ഈ 12 ചുറ്റി വരുമ്പോൾ ആ ഒരു 12 വർഷത്തിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു 10 വർഷം 11 വർഷം ആകുമ്പോഴത്തേക്കും നമ്മളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കും, വീടിൻ്റെ കണക്ക് തെറ്റിയാൽ. അപ്പോൾ മിക്കവാറും ചിലർ പറയും ഞങ്ങൾക്ക് ഇതൊന്നും വാസ്തുവൊക്കെ വെറുതെ തട്ടിപ്പാണ്, ഇതൊന്നും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വീട് പണിത് താമസിച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല, വെറുതെ കുറേ ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി വാസ്തു ഉണ്ട് അതാണ് ഇതെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഈ പറയുന്നവർ ഏകദേശം ഒരു 10 വർഷം ആകുമ്പോഴേക്കും കിടുമ്പിട്ടിട്ടുണ്ടാവും. 10ഉം 11ഉം കഴിഞ്ഞ് 12ലേക്ക് എത്തുമ്പോൾ ലോൺ എടുത്ത വീടാണെങ്കിൽ ജപ്തി ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ല ബിസിനസ്സൊക്കെ ചെയ്തിരുന്ന ആളാണെങ്കിൽ എല്ലാം തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ആ ജോലി ഒന്നിലെ സസ്പെൻഷൻ, ഡിസ്മിസ് ഇങ്ങനെയുള്ള പ്രശ്നത്തിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കിടക്കുന്ന, അതായത് അധിവസിക്കുന്ന ആ ഭവനം അതിൻ്റെ വാസ്തു എപ്പോഴും കറക്റ്റായിരിക്കണം, റൂമുകളുടെ ഉള്ളളവെല്ലാം കൃത്യമായിരിക്കണം. ഇതിലൊന്നും ഏതൊരു ആചാര്യം പറഞ്ഞ് തെറ്റിച്ചാലും അല്ലെങ്കിൽ ഏതൊരു യുക്തിവാദി പറഞ്ഞ് തെറ്റിച്ചാലും, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് പല എപ്പിസോഡുകളിലും, ഞാൻ പല വീടുകളിലൊക്കെ യുക്തിവാദികളുടെ വീടൊക്കെ പോയി അളന്നിട്ടുണ്ട്. കാരണം മക്കളുടെ കല്യാണമൊക്കെ നടക്കാണ്ടാവുമ്പോൾ യുക്തിവാദമൊക്കെ മാറും, മക്കൾക്ക് ജോലി കിട്ടാണ്ടാവുമ്പോൾ ഈ യുക്തിവാദമൊക്കെ മാറും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളെ സമീപിച്ച് നമ്മളെന്നൊക്കെ അളക്കുമ്പോൾ ഈ യുക്തിവാദി എന്ന് പറയുന്ന വിദ്വാൻ കിടക്കുന്ന റൂം സമയതിരായിരിക്കും. അതുകൊണ്ടാണ് അയാൾ യുക്തിവാദിയായേ. അതായത് പ്രാന്താണ്. സമയതിര മുറിയിൽ കിടക്കുന്ന ഒരാൾക്ക് പ്രാന്തായിരിക്കും, ഇതിലൊരു തർക്കമില്ല. ഇത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വീട് അളക്കാൻ പോയി. അവിടെ നല്ലൊരു പ്ലോട്ട് കിടക്കുന്നുണ്ട്, 3 പ്ലോട്ടുണ്ട്, അതിൽ നല്ലൊരു പ്ലോട്ട് കിടക്കുന്നുണ്ട്, അവിടെ വീട് മാറ്റി വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അമ്മ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല, കാരണം അച്ഛനെയും സഹോദരനെയും അടക്കിയിരിക്കുന്നത് ആ സ്ഥലത്താണ്. അപ്പം ഞാൻ ചോദിച്ചു എത്ര വർഷം, അതൊക്കെ 12 വർഷമായി. നമ്മൾ പറഞ്ഞു ഒരു ആൾ മരിച്ച് ദഹിപ്പിച്ച് കഴിഞ്ഞാൽ 12 വർഷം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ പോലും നമുക്കത് ഭവന നിർമ്മാണത്തിന് ഉപയോഗിക്കാം. അവരവിടെ കിടക്കുന്നില്ല, പിന്നെന്താ കുഴപ്പം? ഇതൊന്നും അമ്മയോട് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അമ്മ അങ്ങനെ സമ്മതിക്കില്ല, അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. എന്തായാലും വീട് അളക്കാല്ലേ, അളന്ന് നോക്കി അമ്മ കിടക്കുന്ന റൂം സമയത്തിരാ, പിന്നെ അമ്മ എന്തെങ്കിലും അംഗീകരിക്കുമോ? അതേപോലെ ഇവരുടെ കുട്ടി പഠിക്കുന്ന കുട്ടിയാണ്, ഇവർ പാരൻസ് പറഞ്ഞാലൊന്നും കുട്ടി കേൾക്കില്ല, കാരണം കുട്ടി കിടക്കുന്ന റൂം സമയാതിരമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം അതിൽ തന്നെ ഉണ്ട്. അതായത് സമയാതിര മുറിയിലാണ് കിടക്കുന്നതെങ്കിൽ ആരെയും വക വയ്ക്കാത്ത ഒരു പ്രകൃതമായിരിക്കും. അപ്പോൾ ഇതെല്ലാം വാസ്തുവിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ വാസ്തു എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല. നമ്മളെപ്പോഴും പറയാറുണ്ട് വാസ്തു എല്ലാം നോക്കുമ്പോൾ കറക്റ്റായിരിക്കണം. വീടിൻ്റെ സ്റ്റെപ്പ് ഇടുമ്പോൾ പോലും ശ്രദ്ധിക്കണം. അതായത് വീടിൻ്റെ സ്റ്റെപ്പ് ഇടുന്നത് പോലും സിംഗിൾ സ്റ്റെപ്പേ പാടുള്ളൂ, ഒരു സ്റ്റെപ്പിലേ പാടുള്ളൂ, 1, 3 ഇങ്ങനെ പാടുള്ളൂ. ഇത് തന്നെ പല ആചാര്യന്മാർ 2 വയ്ക്കാനാണ് പറയുന്നത്. കാരണം ചോദിക്കുമ്പോൾ ലാഭവും നഷ്ടവും എണ്ണി കാണിക്കും. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ട് ലാഭം നഷ്ടം എണ്ണി കാണിക്കാൻ ഒരു വലിയ വിദ്വാനം കൊണ്ട് ഞാൻ ആദ്യം വാസ്തുവിൻ്റെ അളവ് എടുക്കാനായിട്ട് വേറെ സ്ഥലത്ത് പോയപ്പോൾ ഈ വിദ്വാനോടൊന്ന് എണ്ണി കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു 2 ശരിയെന്ന് പറഞ്ഞു. എന്നാൽ കാണിക്കാൻ പറഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പിൽ കയറി ലാഭം, 2ാമത്തെ സ്റ്റെപ്പിൽ കയറി നഷ്ടം, 3 മുകളിലേക്ക് വെച്ചപ്പോൾ ലാഭം. അയാൾ കാണിച്ചു, സംഗതി ശരിയാണ് അയാൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സംഭവം സമ്മതിച്ചിരിക്കുന്നു, അപ്പോൾ വീണ്ടും താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ് ഞാൻ സമ്മതിച്ചു, പക്ഷെ താഴേക്ക് ഇറങ്ങാം. അപ്പോൾ താഴേക്ക് കയറി നിന്നത് ലാഭം തന്നെ കാണിക്കണം, ലാഭം തന്നെ കാണിക്കാൻ പറഞ്ഞു. അത് ലാഭത്തിൽ കാണിച്ചു. അടുത്ത സ്റ്റെപ്പ് വെച്ച് നഷ്ടം കാണിച്ചു, അടുത്ത് വെച്ചു ലാഭം കാണിച്ചു, ഭൂമിയിലേക്ക് വെച്ചപ്പോൾ നഷ്ടമായി. ഇതെന്താണെന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആൾ പറഞ്ഞു ഞങ്ങളിത് പഠിപ്പിച്ചിട്ടില്ല, ഭൂമി കൂട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇങ്ങനെ ഏറിൽ നിൽക്കുമെന്ന് ചോദിച്ചു. ഇതൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ വാസ്തുവും കൂടി പഠിക്കണമെന്നൊരു ആഗ്രഹം വന്നത്. കാരണം നമ്മളീ കൊണ്ടുപോകുന്ന വിദ്വാൻമാർക്ക് ഇതിൻ്റെ ABCD അറിഞ്ഞുകൂടാ. ചെന്നിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇതെന്താ കറപ്ഷൻ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് ഞങ്ങളുടെ ഗുരു പഠിപ്പിച്ചില്ല, ബുക്കിൽ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഈ പാർട്ടി വിളിക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? പാർട്ടി പ്രശ്നമുള്ളതുകൊണ്ടാണ് ആചാര്യനെ വിളിക്കണത്. അപ്പോൾ വിളിച്ചു വന്നു കഴിയുമ്പോൾ ഈ ആചാര്യന് ഇത് എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ ആചാര്യം പൂർണ്ണമാണെങ്കിനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും വാസ്തുവിനൊക്കെ വിളിച്ചിട്ട് വരുന്ന ആചാര്യന്മാർ
നമുക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഡൗട്ടുകളും നിങ്ങൾ ചോദിക്കണം. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ വരുമ്പോൾ ഞാൻ ആളുകളോട് പറഞ്ഞ പൂജയ്ക്ക് വന്നാലും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. എനിക്കറിയില്ല, ഞാനത് തപ്പി കണ്ടെത്തും. അല്ല നമ്മൾ വലിയ ആളെന്നുള്ള ഇതിലല്ല പറയുന്നത്. കാരണം നമുക്കിതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എപ്പോഴും സംശയങ്ങളായിരുന്നു. കാരണം ഗുരുവിനോട് ഓരോന്നും ചോദിക്കും, ഗുരുവിൻ്റെ അനുവാദത്തോടുകൂടി തന്നെ ചോദിക്കാം. അപ്പോൾ മറ്റുള്ള ശിഷ്യന്മാർ പറയും നിങ്ങളിങ്ങനെ ഗുരുവിന് ഒരുപാട് ശല്യം ചെയ്യരുത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഗുരുവിനെ അല്ലാണ്ട് പിന്നെ വഴിക്കട പോകുന്ന ഒരാളോട് ഇതൊക്കെ ചോദിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റുമോ? വേറെ ഗുരു ഇതേപോലെ പഠിപ്പിക്കുമോ? അപ്പോൾ ഗുരു ഉള്ള കാലത്ത് ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് അറിവ് കിട്ടാതെ കണ്ടിട്ട് ഗുരുവിൻ്റെ മരണശേഷം പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞതിന് എന്തായി, ഈ അറിവിന് ബാക്കിയുള്ള അറിവ് ആര് തരും? അപ്പോൾ അവർ പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. അപ്പോൾ അത് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എപ്പോഴും സംശയാലുക്കളായിരിക്കണം, സംശയത്തോടുകൂടി നോക്കണം. ഈ പോലീസ് അക്കാദമിയിലൊക്കെ പഠിക്കാൻ ചെല്ലുമ്പോൾ പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, എപ്പോഴും സംശയം വേണം. അതുകൊണ്ടാണ് അവർ വിവാഹം കഴിച്ചു കഴിയുമ്പോഴും ഭാര്യ സംശയമായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മളോട് ഗുരു പറഞ്ഞിരിക്കുന്നത് എപ്പോഴും സംശയം ഉണ്ടെങ്കിൽ, ആ സംശയം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സംശയം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഗുരുനാഥനോട് പല സംശയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഗുരുനാഥൻ അറിയില്ലെങ്കിൽ പോലും പിന്നീടുള്ള സമയത്ത് നമുക്കതിൻ്റെ ഉത്തരം തരും. അപ്പോൾ നമുക്ക് ആ സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഗുരുവിൻ്റെ ഈ അറിവ് വാങ്ങാൻ പറ്റുക. ഇല്ലായിരുന്നെങ്കിലോ അറിവ് കിട്ടില്ല. അതായത് ലോകത്തിന് തന്നെ അറിവില്ലാണ്ടായി പോകും. കാരണം പല ഗുരുക്കന്മാരും, ഒത്തിരി ഗുരുക്കന്മാർ അറിവ് അവരുടെ കയ്യിൽ ഒത്തിരി ഉണ്ടാവും. പക്ഷേ നല്ല രീതിയിലുള്ള ഒരു ശിഷ്യനെ കിട്ടിയാൽ മാത്രമേ അവരത് പ്രദാനം ചെയ്യുള്ളൂ. അപ്പോൾ ശിഷ്യന്മാർ ഗുരുവിന് എന്ത് പറയുമെന്ന് പേടിച്ചാൽ ഗുരുവിൻ്റെ അടുത്തല്ലാതെ കണ്ടിട്ട് നമ്മൾ ആരോടാണ് അറിവ് ചോദിക്കുന്നത്? അപ്പോൾ അറിവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സംഭവം തന്നെയാണ്. ഇത് കിട്ടുന്നതിന് നല്ല ഒരു ആചാര്യനെ കാണുമ്പോൾ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ മാത്രമേ, ചിലപ്പോൾ ഈ ആചാര്യന് പറയാനുണ്ടാവും, പക്ഷെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ സ്ഥലത്ത് വന്നിട്ട് ഒരു ആചാര്യൻ വീടിന് കുറ്റിയടിക്കാൻ വരുന്നു, ആ സമയത്തായാലും നമുക്ക് അതിൽ ഇപ്പോൾ ഈ ചരിവൊക്കെ പറയുന്നുണ്ട്, ഈ വടക്കോട്ട് ചരിഞ്ഞ ഭൂമിയായിരിക്കണം, കിഴക്കോട്ട് ചരിഞ്ഞ ഭൂമിയായിരിക്കണം, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ആചാര്യന് ഉത്തരവില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഈ ആചാര്യം പൂർണ്ണനല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് തൽക്കാലം ഫീസും കൊടുത്ത് ആചാര്യനെ മടക്കി വിടാം, നല്ലൊരു ആചാര്യനെ വീണ്ടും കൊണ്ടുവരാം. കാരണം പണിയാൻ പോണതിന് മുമ്പ് പണിത് എത്തി അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അങ്ങനെയൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് പറയും ഞങ്ങൾ തെക്കിഴക്കാണ് അടുക്കള വെച്ചേ, ആചാര്യൻ്റെ പ്രോഗ്രാം കണ്ടപ്പോഴാണ് മനസ്സിലായി വടക്കിഴക്കാണ് വേണ്ടിയിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പണി അവിടെ സ്റ്റോപ്പ് ചെയ്ത് വന്ന് ചോദിച്ചിട്ടാവാന്ന് എഴുതി വരും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ചെന്നിട്ട് ഈ അടുക്കള മാറ്റി സ്ഥാപിക്കണമെന്ന് പറഞ്ഞേക്കാൾ എളുപ്പമുണ്ടാവും. പണിയുടെ ആരംഭത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഒത്തിരി പൈസയും പിന്നെ രൂപകൽപ്പനയിലൊക്കെ ഉള്ള ഒരു മാറ്റങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും നമ്മൾ പറയുന്നത് കുറേ കാര്യങ്ങൾ, ജനറൽ നോളജ് എന്ന് പറയുന്ന ഈ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും നമ്മളൊരു സംരംഭം തുടങ്ങാൻ പുറപ്പെടുന്നതിന് മുമ്പ് ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ അതിലേക്ക് കുറേ അറിവുകളുള്ള ആളുകളുടെ അടുത്ത് എത്തിപ്പെടാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിൽ ചാടാതിരിക്കാൻ സാധിക്കും. പ്രണവത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ശരിക്കും അതൊരു ഡിസപ്പോയിന്റിങ് അവസ്ഥയാണെങ്കിൽ പോലും എന്താ നമ്മൾ കത്തുകൾ എന്നൊരു സംഗതി എങ്കിൽ പോലും അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു മൊബൈലും ഇത്രയും അധികം പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതുമൊക്കെ ഒരു വലിയ ടെക്നോളജി അഡ്വാൻസ് ആകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അതോടൊപ്പം തന്നെ പണ്ട് തന്നെ ഈ ടെലിഗ്രാം അടിച്ചാൽ തന്നെ എത്ര നേരം എടുക്കും, എത്ര ദിവസങ്ങൾ എടുക്കും അല്ലേ ഇവിടെ എത്താനായിട്ട് വേറൊരു നാട്ടിൽ നിന്നും. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ടൈപ്പ് ആൻഡ് വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒന്നും ഇല്ലാണ്ടായി. എല്ലാവരെയും ഈ ലോകത്തിന്റെ ഏതറ്റത്തിരിക്കുന്നവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ കൈയക്ഷരവും നന്നായി ഇരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അല്ലേ. കാരണം കൈയക്ഷരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. നന്നായി എഴുതാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുന്നത്, ഞാൻ ശരിക്കും എഴുതുന്നത് വിജയദശമിയുടെ അന്നായിരിക്കാം. അത് അരിയുടെ മകളിൽ നമ്മളിങ്ങനെ എഴുതത്തില്ലേ പൂജയൊക്കെ വെച്ചിട്ട്. അപ്പം അത് മാത്രമായിരിക്കാം ഞാനിപ്പോൾ എഴുതുന്ന എൻ്റെ ഒരു സാഹചര്യത്തിൽ ഞാൻ എഴുതുന്ന ഒരു അവസ്ഥ അല്ലേ. അപ്പോൾ ശരിക്കും നമ്മളെല്ലാവരും പേനയും പേപ്പറും ഒക്കെ എടുത്ത് വെച്ച് കുറച്ച് നേരം ആ ടച്ച് പാഡുകളൊക്കെ മാറ്റി വെച്ച് ശരിക്കുമുള്ള പേനയും പേപ്പറും എടുത്ത് വെച്ച് അല്ലെങ്കിൽ മഷി നിറച്ച പേനയിൽ എഴുതാൻ നോക്കുക അല്ലേ. ആ പേപ്പറിനൊരു പ്രത്യേക ഫൗണ്ടൻ പെൻ, ആ പേപ്പറിനൊരു പ്രത്യേക ഗന്ധം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഓർമ്മ, ആ ഒരു നൊസ്റ്റാൾജിയകളെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ലേഡീസ് അവർ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ പുതിയ വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.